ഹായ്, എല്ലാവർക്കും നമസ്കാരം. തന്നെ താങ്ക് യു സോ മച്ച്. മലയാളി ഫ്രം ഇന്ത്യ നാളെ റിലീസാവാണ്, മെയ് 1 റിലീസാവാണ്, ബുധനാഴ്ച റിലീസാവാണ്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഞാൻ സെറ്റിലുണ്ടായിട്ടുള്ളൂ. അപ്പം കുറച്ച് ഭാഗമേ ആണുള്ളൂ. പക്ഷെ ഞാൻ കണ്ടിടത്തോളം ഞാൻ ഒരുപാട് കാണാൻ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ. ഒരു സാധാരണക്കാരൻ്റെ, സാധാരണ മലയാളിയുടെ ഗോപി എന്നൊരു യുവാവിൻ്റെ സിനിമയാണ്. ആളുടെ ലൈഫും ആളുടെ പ്രണയവും ആളുടെ ജീവിതവും ആളുടെ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു എൻ്റർടൈൻമെൻറ്റും ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ. സോ നാളെ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണും. വർക്കിംഗ് ഡേ ആണെന്ന് അറിയാം. ഫസ്റ്റ് തിയേറ്ററിൽ തന്നെ പടം പോയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രേക്ഷകർ ആ സിനിമ രണ്ട് കൈയോടും നീട്ടി സ്വീകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഈ ചുരുങ്ങിയ കാലത്ത് ഒരുപാട് സീനിയർ ആക്ടേഴ്സിലൂടെ ഒക്കെ ചെയ്തു. അപ്പം ഇതിൽ തന്നെ ആ ടീച്ചറിൽ എനിക്ക് കല്യാണപ്രായമായിട്ടില്ല കൊടുക്കുക എന്നൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ ലിവിനായിട്ടൊരു ഇക്വേഷൻ എങ്ങനെയാണ്, ലിവിനായിട്ട് ഈ ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് കൂടെ പറയാം. ഈ പടത്തിനകത്ത് എന്നോട് ആദ്യം വിളിക്കുമ്പോൾ തന്നെ ചേട്ടൻ പറഞ്ഞൊരു കാര്യം, എന്നെ ഫസ്റ്റ് വിളിക്കുന്നത് ഇതുപോലെ തന്നെയാണ്. ചേട്ടൻ്റെ നായികയായിട്ടാണെന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ സെറ്റാവും, അങ്ങനെയാണ് കഥ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. അപ്പൊ ഈ പടത്തിനകത്ത് അങ്ങനെ കെമിസ്ട്രി എന്നൊന്നും പറയത്തക്ക വിധത്തിലല്ല. അല്ലെങ്കിൽ നമ്മൾ ഈ കൃഷ്ണ സോങ്ങിൽ കണ്ട പോലെ തന്നെ കൃഷ്ണ പറയാൻ നടക്കുന്ന ഒരു ഒരു പൂവാലൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് അതിനകത്ത്. ആ സോങ്ങിലുള്ള പോലെ തന്നെയാണ് പടത്തിലും ഉള്ളത്. സോ നിവിൻ ചേട്ടനാണെങ്കിലും സെറ്റിൽ കൂടെ വർക്ക് ചെയ്യാനാണെങ്കിലും ഭയങ്കര രസമായിട്ടുള്ളൊരു ആളാണ്. നമ്മുടെ എനിക്ക് തോന്നുന്നു ആ റാപ്പോ നൈസായിട്ട് സ്ക്രീനിൽ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഒരു നടിയുടെ നിലയിൽ അങ്ങനെ ഇത് വന്നു കഴിയുമ്പോഴേക്കും വലിയൊരു ഉത്തരവാദിത്തമല്ലേ രാജ്യത്തിലേക്ക് വരുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? തീർച്ചയായിട്ടും അതെ. ചേച്ചി പറഞ്ഞ ഒരു ഭാഗ്യനായിക എന്നൊന്നും ആ പടത്തൊന്നും ഞാൻ എടുത്തിടുന്നില്ല. ഒരു സിനിമ പൊട്ടിപ്പോകുന്നതേ ഉള്ളൂ. സോ അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതിന്റെ പിന്നിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്ന, അതിൽ ജസ്റ്റ് ചെറിയൊരു ഭാഗം മാത്രം എന്നൊരു ഉത്തരവാദിത്തം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഇപ്പം ബട്ട് നല്ല സിനിമയുടെ ഭാഗമാകും. ഇപ്പൊ കഴിഞ്ഞ 2 സിനിമകളാണെങ്കിലും ഒക്കെ നല്ല ടീമിന്റെയും നല്ല സിനിമയുടെയും ഭാഗമാകാൻ പറ്റി എന്നുള്ളതാണ്. ഇപ്പം ഇതാണെങ്കിലും മലയാളി ഫ്രം ഇന്ത്യ ആണെങ്കിലും നല്ലൊരു ക്രൂ ആണ്. സോ അങ്ങനെ നല്ല ടീമിന്റെ ഭാഗമാകുമ്പോൾ നല്ല സിനിമകൾ കിട്ടുന്നു എന്ന് ഞാൻ കരുതുന്നു. നടികരുമായിട്ട് ക്ലാസ് ബേസ് ആണല്ലോ. അപ്പൊ നീ എങ്ങനെയാണ്